സഞ്ജു സാംസൺ വന്നിട്ട് ഇന്ന് പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു ഒന്നൊന്നര വിസിലടിച്ചെന്ന് പറഞ്ഞാൽ മതി. രണ്ട് കളി നോക്കുവാണെങ്കിൽ ഫോമിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത സഞ്ജു സാംസൺ വന്നിട്ട് കിടിലം ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കും. നമ്മൾ വിചാരിച്ച ഒരു 20 റൺസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജു സാംസന്റെ ഒരു 100 കാണാമായിരുന്നു. എല്ലാവരും ഫോമിലേക്ക് ഒരു 10-30 റൺസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരും. പക്ഷേ സഞ്ജു സാംസൺ 100 എടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷേ 100 ഇല്ലായിരുന്നു, 100-നോളം പറ്റിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഡൽഹി നോക്കുവാണെങ്കിൽ മോശം ബാറ്റിംഗ് കാഴ്ചവെച്ചു. അല്ലായിരുന്നെങ്കിൽ ഒരു 20 റൺസ് കൂടെ കൂടുതൽ എടുത്തിരുന്നെങ്കിൽ സഞ്ജുവിന്റെ മൂന്നാമത്തെ സെഞ്ചുറി നമുക്ക് കാണാമായിരുന്നു. സഞ്ജുവിന്റെ തോളിലേറി ജയിക്കുന്ന 4ാമത്തെ മത്സരമാണ്. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ സഞ്ജു ഇല്ലാതെയും ടീമിന് ജയിക്കാൻ കഴിഞ്ഞു. സഞ്ജുവിന്റെ തോളിലേറി നോക്കുവാണെങ്കിൽ 4 കളി സഞ്ജുവിന്റെ തോളിലേറി CSK വിജയിക്കാൻ കഴിഞ്ഞു. നോക്കുവാണെങ്കിൽ ഒരേ പാറ്റേണിൽ നോക്കുവാണെങ്കിൽ 2 കളി സഞ്ജു സാംസൺ ഔട്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. 4th സ്റ്റംപ് 5th സ്റ്റംപിനകത്ത് ഡ്രൈവ് ചെയ്യാൻ പോകും. അവിടെ കോട്ട് ബിഹൈൻഡ് ആയിട്ട് വിക്കറ്റ് കീപ്പറിന്റെ കൈ കൊടുത്തിട്ട് പോകും, അല്ലെങ്കിൽ സ്ലിപ്പിന്റെ കയ്യിൽ ക്യാച്ച് കൊടുത്തിട്ട് പോകുമായിരുന്നു. ആ ഒരു ഫുഡ് വർക്ക് നോക്കുവാണെങ്കിൽ ഇല്ലായിരുന്നു. എത്തി വലിഞ്ഞ് നോക്കുവാണെങ്കിൽ ഡ്രൈവ് അടിക്കാൻ പോകുമായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് മൂവ്മെന്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ വളരെ ക്ഷമയോടെ വന്ന് ബാറ്റ് ചെയ്യുന്നു. 2ാമത്തെ ഓവറിനകത്ത് എക്സ്ട്രാ കവറിന് മേളിലൂടെ അക്ഷർ പട്ടേലിന് ഒരു കിടിലൻ 6 അടിച്ചായിരുന്നു. ആ ഒരു 6 കണ്ടപ്പോഴത്തേനെ മനസ്സിലായി സഞ്ജു ചേട്ടൻ ഇന്ന് ഫോമിലേക്ക് തിരിച്ചു വരുന്നു. സഞ്ജുവിന്റെ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള 2-3 ഷോട്ട് ഉണ്ട്. സഞ്ജു ഫോമിലാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ള 2-3 ഷോട്ടാണ്. ഒന്ന് എക്സ്ട്രാ കവറിന് മേളിലുള്ള ഒരു 6, അല്ലെങ്കിൽ ആ ഒരു ലേറ്റ് സ്ക്വയർ കട്ട്, അല്ലെങ്കിൽ ലോങ് ഓഫിന് മേളിലൂടെ ഉള്ള ഒരു 6. ഈ 3 ഷോട്ടിൽ ഏതെങ്കിലും ഒരു ഷോട്ട് ആദ്യത്തെ ഒരു 2 ഓവറിനകത്ത് വരുവാണെങ്കിൽ ചേട്ടൻ നല്ല ടച്ചിലാണെന്ന് പറയാം. നല്ല ടച്ചിലായിരുന്നു. എല്ലാ ബോളും നോക്കുവാണെങ്കിൽ ബാറ്റിന്റെ മിഡിലായിരുന്നു കൊണ്ടുകൊണ്ടിരുന്നത്. ഒരു ബോൾ ഒഴിച്ച് ഒരു ലെഗ് ബിഫോർ ഉണ്ടായിരുന്നല്ലോ, ഒരു എഡ്ജ് ആയിട്ടുള്ളത്. സോ അത് ഒഴിച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് മിഡിലിനകത്ത് കൊണ്ടു. നടരാജനും കുൽദീപ് യാദവിനും നോക്കുവാണെങ്കിൽ കണക്കിന് കൊടുത്തു. കുൽദീപ് യാദവിന്റെ ഒരു ഓവറിനകത്ത് 2 6 അടിച്ചത്, ലോങ് ഓഫിന് മേളിലൂടെ ഒരു 6, സ്ക്വയർ ലെഗിന് മണ്ടയിലൂടെ 2 6 അടിച്ചത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിനെ നോക്കുവാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ബൗണ്ടറി അടിക്കും വളരെ ക്ഷമയോടെ. ലുങ്കിനിങ്കിഡിയെ നോക്കുവാണെങ്കിൽ, അക്ഷർ പട്ടേലിനെ നോക്കുവാണെങ്കിലും വളരെ പേഷ്യൻ്റ് ആയിട്ട് കളിക്കുന്നു, വളരെ ക്ഷമയോടെ കളിക്കുന്നു. പക്ഷേ ലൂസായിട്ടുള്ള ബോളർമാർ വന്നപ്പോഴത്തേന്, നടരാജൻ വന്നപ്പോഴത്തേന്, കുൽദീപ് യാദവ് വന്നപ്പോഴത്തേന്, അവസാനം മിച്ചൽ സ്റ്റാർക്ക് വന്നപ്പോഴത്തേന് കണക്കിന് പ്രഹരിക്കുന്നതായിട്ട് കണ്ടു. കിടിലം ബാറ്റിംഗ്, ചേട്ടന്റെ കംബാക്ക്. ഈ പ്രാവശ്യം CSKക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഫൈനലിനകത്ത് കപ്പ് ഉയർത്തണമെങ്കിലോ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ഫോം, ആ ഒരു ലോങ് ഇന്നിങ്സ് ഉണ്ടെങ്കിലേ മതിയാവത്തുള്ളൂ എന്ന് പിന്നെയും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കിടിലം ബാറ്റിംഗ് പെർഫോമൻസ് സഞ്ജു വിശ്വനാഥ് സാംസൺ. 52 ബോളിൽ നിന്ന് 87 റൺസ്, 7 4, 6 6, 167 സ്ട്രൈക്ക് റേറ്റ്. അതായത് പിച്ച് നോക്കുവാണെങ്കിൽ സ്ലോയിഷ് ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു. നല്ല ഗ്രിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അക്ഷർ പട്ടേൽ ഒന്ന് ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. പക്ഷേ കുൽദീപ് യാദവിന്റെ ഒരു സപ്പോർട്ട് നോക്കുവാണെങ്കിൽ അക്ഷർ പട്ടേലിന് കിട്ടിയില്ല. അക്ഷർ പട്ടേലിന് ഒരു സപ്പോർട്ട് കുൽദീപ് യാദവ് കൊടുക്കുമായിരുന്നെങ്കിൽ ഈ പിച്ചിൽ ഈ സ്കോർ മേ ബി സ്ട്രഗിൾ ചെയ്തേനെ. പിന്നെ കാർത്തിക് ശർമ്മയുടെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ കളി ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, ഒരു കോൺഫിഡൻസ് കിട്ടുന്നു. ഇന്നും വന്നിട്ട് ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 45 റൺസിൽ 2 വിക്കറ്റ് പോയതാ. നമുക്കറിയാം ബ്രേവിസ്, ശിവൻ ദുബെ ഒക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു വലിയൊരു പീക്ക് ഫോമിലല്ല അവർ. ആ ഒരു സ്ഥാനത്ത് വന്നിട്ട് സഞ്ജു സാംസണുമായിട്ട് ചേർന്ന് 100 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നു. അടിച്ച് കളിക്കേണ്ടിടത്ത് അടിച്ച് കളിക്കുന്നു. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടടുത്ത് വന്നിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അവസാനം വരെ അവിടെ നിന്ന് ടീമിനെ വിജയിപ്പിച്ചിട്ട് കയറിപ്പോകും. ആ ഒരു പ്രൈസ് ടാഗ് പ്രശ്നം ഉണ്ടായിരുന്നു. അത് നോക്കുവാണെങ്കിൽ കാർത്തിക് ശർമ്മ ഏകദേശം റിലീസ് ചെയ്യുന്നൊരു ബാറ്റിംഗ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. എനിക്ക് ബാറ്റ് ചെയ്യാൻ കഴിയും, എനിക്ക് ടീമിന്റെ ഭാഗമായിട്ട് കളിക്കാൻ കഴിയും, എനിക്ക് നമ്പർ 4 വന്നിട്ട് ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും, എനിക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും, എനിക്ക് അവസാനം വന്നിട്ട് മാച്ചിനെ ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ കാർത്തിക് ശർമ്മ കൊടുക്കുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ്. CSK നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആയുഷ് മാത്രം പോകുന്നു. നമ്പർ 3 പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലെയറെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഉർവിൽ പട്ടേലിന് ആ ഒരു ബെറ്റർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഒരു ഇന്റന്റ് കൊണ്ടുവരുന്നു, ഒരു ക്വിക്ക് ആയിട്ടുള്ള സ്റ്റാർട്ട് കൊണ്ടുവരുന്നു, പക്ഷേ ഒരു ലോങ് ഇന്നിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ശിവൻ ദുബൈക്ക് ഫോമില്ല. ബ്രേവിസ് നോക്കുവാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ആ സ്ഥാനത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു കാർത്തിക് ശർമ്മ. അല്പം സ്ലോ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഇന്നത്തെ പിച്ചിൽ വന്നിട്ട് ഒരു കാടൻ അടിക്കൊന്നും ശ്രമിച്ചാൽ നടക്കത്തില്ലായിരുന്നു. നമ്മൾ കണ്ടതാ ഡൽഹി എങ്ങനെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞത്. 10 ഓവറിനകത്ത് 69 റൺസ്, 5 വിക്കറ്റ് പോയി. 2 ടീമിനും തമ്മിലുള്ള വ്യത്യാസം അതായിരുന്നു. ഇവരുടെ വിക്കറ്റ് ഉണ്ടായിരുന്നു, CSKയുടെ വിക്കറ്റ് ഉണ്ടായിരുന്നു. DCയെ സംബന്ധിച്ചിടത്തോളം അവർ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. അവർക്ക് ഇമ്പാക്ട് പ്ലെയറെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ഈ ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചിനകത്ത്, ബോൾ ഗ്രിഫ്റ്റ് ചെയ്യുന്ന പിച്ചിനകത്ത് വിഭ്രാജ് നിഗത്തെ കളിപ്പിക്കാൻ കഴിഞ്ഞില്ല സമീർ റിസ്വിയെ കൊണ്ടുവന്നതുകൊണ്ട്. സോ ഞാൻ പറയും നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. കഴിഞ്ഞ കളിയിൽ നോക്കുവാണെങ്കിൽ സെൻസിബിൾ ആയിട്ട് കളിച്ചു. 2 കളിയിൽ കാർത്തിക് ശർമ്മ കളിച്ച പിച്ച് നമ്മൾ വിലയിരുത്തണം. പിച്ച് വിലയിരുത്തിയിട്ട് വേണം കാർത്തിക് ശർമ്മയെ നമ്മൾ സ്ലോ ഇന്നിങ്സ് കളിച്ചെന്ന് പറയാം. 2 കളിയിലും നോക്കുവാണെങ്കിൽ സ്ലോയിഷ് ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു, സ്ലോ ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു. എന്താണോ വേണ്ടത് ആ പിച്ചിനനുസരിച്ചുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാർത്തിക് ശർമ്മ കാഴ്ചവെക്കുന്നു. സോ CSK പ്രതീക്ഷകൾ നൽകുന്നു പ്ലേ ഓഫിനകത്തോട്ടുള്ളത്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം 4 കളിയുണ്ട്. അതിൽ 3 കളി ജയിക്കുവാണെങ്കിൽ ഇവർക്ക് പ്ലേ ഓഫിലോട്ട് എത്താൻ കഴിയും. 4 കളി ജയിച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. കാരണം രാജസ്ഥാനുണ്ട്, ഗുജറാത്ത് ഉണ്ട്. സോ ഇനി ഇവരുടെ ഒരു സിനാരി നോക്കുവാണെങ്കിൽ പ്ലേ ഓഫിനകത്തോട്ടുള്ളത്
2 കളി LSG ആയിട്ടാണ്. കിളി പോയി നിൽക്കുവാണ് LSG നോക്കുവാണെങ്കിൽ. ഋഷഭ് പന്ത് കിളി പോയിട്ട് നിൽക്കുവാണ്. അവരുടെ ഓണർമാർ കിളി പോയിട്ട് നിൽക്കുവാണ്. സോ നല്ലൊരു ചാൻസാണ്. ഒരു കളി CSKയുടെ ഗ്രൗണ്ടിൽ വെച്ചാണ്, ഒരു കളി ലക്നൌവിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് കളി നടക്കുന്നത്. CSKയുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് പിടിക്കുക, ലക്നൌവിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് LSG ടീമിനെ പിടിക്കുക. പിന്നെയുള്ള മത്സരം SRH ആയിട്ടാണ്. അതും എനിക്ക് തോന്നുന്നു ചെന്നൈക്കകത്ത് വെച്ച കളി നടക്കുന്നത്. ചെന്നൈയിലെ പിച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ ബെറ്റർ ആവുന്നുണ്ട്, ബോളിങ്ങിന് അനുകൂലമായിട്ട് മാറുന്നുണ്ട്. SRH നോക്കുവാണെങ്കിൽ നല്ല ഫോമിലാണ്. ട്രാവസ് ഹെഡ് എന്ന് പറയുന്ന ഹെഡേക്ക് തിരിച്ചു വരുന്ന ഫോമിലായിട്ട്. അഭിഷേക് ശർമ്മ നല്ല ഫോമിലാണ്. ഇഷാൻ കിഷൻ നല്ല ഫോമിലാണ്. ഹെൻറി കാൾസൺ നല്ല ഫോമിലാണ്. അവിടെ ഒരു ബ്ലാക്ക് സോയിൽ പിച്ച് കൊടുക്കുവാണെങ്കിൽ മേ ബി SRHന് സ്ട്രഗിൾ ചെയ്യാൻ കഴിയും. അഖിൽ ഹുസൈൻ്റെ ബോളിംഗ് പെർഫോമൻസ് വെച്ചിട്ട്, നൂർ അഹമ്മദിൻ്റെയൊക്കെ ബോളിംഗ് പെർഫോമൻസ് വെച്ചിട്ട് SRHനെ പിടിക്കാൻ കഴിയും. സോ ഈ ഒരു 3 മാച്ച് നോക്കുവാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. അവിടെ ഇവർക്ക് ജയിക്കാൻ കഴിയുവാണെങ്കിൽ പ്ലേ ഓഫിലോട്ടുള്ള സാധ്യതകൾ നിലനിർത്തും. പിന്നെ ലാസ്റ്റ് മത്സരം ഗുജറാത്തുമായിട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു മത്സരം വെർച്വൽ ഒരു ക്വാർട്ടർ ഫൈനലായിരിക്കാൻ ഉള്ള എല്ലാ ചാൻസും ഉണ്ട്. ഗുജറാത്ത് വേഴ്സസ് CSK അല്പം ടഫായിട്ടുള്ള മത്സരമായിരിക്കും ആ മത്സരം. എന്തായാലും അത്ര ഈസി ആയിരിക്കില്ല ഗുജറാത്ത് ബോളർമാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്ന് വെച്ചാൽ CSKക്ക്. സോ ഈ ഒരു 3 മത്സരം SRHുമായിട്ടുള്ളത്, LSG ആയിട്ടുള്ള 2 മത്സരങ്ങൾ അല്പം ബെറ്ററായിട്ട് കളിക്കുവാണെങ്കിൽ, ബ്ലാക്ക് സോയിൽ പിച്ചുകൾ തന്നെ 2 ടീമുകൾക്കും ഹോം ഗ്രൗണ്ടിൽ കൊടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ ഡൽഹിയുടെ ക്യാപ്റ്റൻ പറയുന്നു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചാണ്. സെക്കൻഡ് ഇന്നിങ്സിൽ ഈ പിച്ച് അല്പം കൂടെ സ്ലോ എന്നൊക്കെ പറയുന്നതായിട്ട്. പക്ഷേ ബാറ്റിങ്ങിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു ഇൻറ്റൻറ്റ് നോക്കുവാണെങ്കിൽ കാണാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ പിച്ചിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ബോളിംഗ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു. CSKക്ക് ഒരു ചരിത്രമുണ്ട്. 2019 മുതൽ നോക്കുവാണെങ്കിൽ 180 മേലോട്ടുള്ള സ്കോർ ഇവർ നോക്കുവാണെങ്കിൽ ചേസ് ചെയ്തിട്ടില്ല. അതാണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷേ അന്നത്തെ ഡാഡീസ് ആർമി ആയിരുന്നു. ഇന്നത്തെ ടീം അതല്ല അക്ഷർ പട്ടേലെ. ഇന്നത്തെ ടീം ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇവർ ഇന്നത്തെ സ്കോർ 180 ആയിരുന്നെങ്കിലും ഇവർ ചേസ് ചെയ്തേനെ. പക്ഷേ റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു അക്ഷർ പട്ടേൽ. നല്ല റെയിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഡൽഹിയിലൊക്കെ അങ്ങും മഴ പെയ്യുന്ന ഒരു സ്ഥാനത്ത് റിസ്ക് എടുത്ത് ബാറ്റ് ചെയ്യാൻ വരുന്നു. 69 റൺസിനകത്ത് 5 വിക്കറ്റ് കൊണ്ട് കളയുന്നു 10 ഓവറിനകത്ത്. ചില വിക്കറ്റൊക്കെ നോക്കുവാണെങ്കിൽ എടുത്തതല്ല, കൊണ്ട് കൊടുത്തതെന്ന് പറയണം. പ്രത്യേകിച്ച് കരുൺ നായറിന് ഈ ടീമിനകത്ത് എന്തായിരുന്നു ഇന്നത്തെ റോള്? ഡിയർ ക്രിക്കറ്റർ ഗീവ് മീ ചാൻസ്. എത്ര ചാൻസ് കിട്ടി കരുൺ നായരെ? കഴിഞ്ഞ ചാൻസിനകത്ത് 2 ക്യാച്ച് കൊണ്ട് കളഞ്ഞിട്ട് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് ബാറ്റ് ചെയ്യാൻ വന്നിട്ട് ഡൽഹിയെ തോൽപ്പിച്ചു. കരുൺ നായർ എന്തിൻ്റെ ബേസിലാണ് ഈ ടീമിനകത്ത് കയറി കൂടിയെന്ന് ഒരു പിടിയില്ല. സമീർ റിസ്വിയെ കൂട്ടുള്ള 2 മത്സരം വിജയിപ്പിച്ച സമീർ റിസ്വി നോക്കുവാണെങ്കിൽ ഇന്ന് പ്ലേയിങ് 11-നകത്ത് ഇല്ല. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതായിട്ട് വന്നു. അവിടെ സ്റ്റബ്സുമായിട്ട് ചേർന്നിരുന്ന് 65 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി നാണക്കേടില്ലാത്ത ഒരു സ്കോറിലേക്ക് കൊണ്ടെത്തിച്ചു സമീർ റിസ്വിയും സ്റ്റബ്സും കൂടെ ചേർന്ന്. പൃഥ്വി ഷായെ കൂടെ ഒരു പ്ലെയറിനെ നോക്കുവാണെങ്കിൽ ഇവരെ കളിപ്പിക്കത്തില്ല. ഇവർ നോക്കുവാണെങ്കിൽ ഇവരുടെ ടീം സെലക്ഷൻ തന്നെ നോക്കുവാണെങ്കിൽ ഈ പ്രാവശ്യം പാളി എന്ന് പറയാം. നല്ലൊരു ടീമിനെ കയ്യിലോട്ട് കൊടുത്തിട്ട് അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞ ക്യാപ്റ്റനും ഹേമം ബദാനി എന്ന് പറഞ്ഞ കോച്ചും കൂടെ ചേർന്ന് സത്യം പറഞ്ഞ ആ ടീമിനെ നശിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഹേമം ബദാനിയുടെ കോച്ചിങ് നോക്കുവാണെങ്കിൽ വളരെ പൂവറായിട്ടുള്ള ഒരു കോച്ചിങ് ആണ് ഹേമം ബദാനി നോക്കുവാണെങ്കിൽ ഈ സീരീസ് ഉടനീളം കാഴ്ചവെക്കുന്നത്. അതാണ് ഈ മാച്ച് റിസൾട്ടും എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റന്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കണം. ബാറ്റ് കൊണ്ട് 7 കളിയിൽ നിന്ന് 33 റൺസ് അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞ ഒരു ഓൾറൗണ്ട് എടുത്തത്. എന്തുമാത്രം മോശമായ ഒരു പ്രകടനമാണ് നോക്കിക്കേ. ഇന്ന് തന്നെ ഗുർജ്ബനീത് സിംഗിന്റെ ഒരു ബോളിനകത്ത് ഈസി ആയിട്ട് വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു. ഒരു എക്സ്ട്രാ ബൗൺസ് കിട്ടുന്നു. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ ക്യാച്ച് കൊണ്ട് കൊടുത്തിട്ട് അക്ഷർ പട്ടേൽ കയറി പോകുന്നു. അക്ഷർ പട്ടേലിന്റെ ബോളിംഗ് പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ 9 കളിയിൽ നിന്നായിട്ട് 9 വിക്കറ്റാണ് അക്ഷർ പട്ടേൽ എടുത്തത്. ബോളിംഗ് നോക്കുവാണെങ്കിൽ വലിയൊരു ഇമ്പാക്ട് കാഴ്ചവെക്കാൻ കഴിയില്ല. ഇന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു ബോളിംഗ് കാഴ്ചവെച്ചു. പക്ഷേ ഉടനീളം ഈ സീരീസിനകത്ത് നോക്കുവാണെങ്കിൽ ക്യാപ്റ്റൻസി പ്രഷർ. എങ്ങനെയാണോ ഹാർദിക് പാണ്ഡ്യ നമ്മൾ കുറ്റം പറയുന്നത് അതുപോലൊരു പ്ലെയർ ആണ് നല്ലൊരു ടീമിനെ കൊണ്ട് തൊലച്ചു. ഇന്നും ബോളിംഗ് റൊട്ടേഷൻ ഒന്ന് പരിശോധിക്കണമായിരുന്നു. കുൽദീപ് യാദവും അക്ഷർ പട്ടേലും കൂടി ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് അവിടെ നടരാജനെ കൊണ്ടുവന്ന് അടി കൊടുത്തു. കുൽദീപ് യാദവ് അടി കൊണ്ടപ്പോഴത്തേനും മിച്ചൽ സ്റ്റാർക്കിനെയോ ലുങ്കിനിങ്കിനെയോ മിഡിൽ ഓവറിനകത്ത് കൊണ്ടുവരണമായിരുന്നു. ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. നോക്കുന്നില്ല. കുൽദീപ് യാദവിന് അടി വാങ്ങിച്ചു കൊടുക്കുന്നു. നടരാജനെ നോക്കുവാണെങ്കിൽ അടി വാങ്ങിച്ചു കൊടുക്കുന്നു. വളരെ പൂവറായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ ഈ സീരീസ് ഉടനീളം. ഹേമം ബദാനിയുടെ കോച്ചിങ് നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ് ആയി. ഹേമം ബദാനി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പോസ് ആയി. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ടീം സെലക്ഷനകത്ത് എല്ലാം ഈ ടീം സത്യം പറഞ്ഞാൽ എക്സ്പോസ് ആയെന്ന് തന്നെ പറയണം. പിന്നെ CSKയുടെ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ എല്ലാവർക്കും ഒരു കൺസേൺ ആയിരുന്നു ഈ CSK എങ്ങനെയാണ് ബോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മെയിനായിട്ടുള്ള ബോളർമാരൊന്നുമില്ലല്ലോ, എല്ലാവരും ഇഞ്ചുറി പറ്റി പുറത്ത് പോകാണല്ലോ. കഴിഞ്ഞ കളി നല്ല ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്ത ശ്രേയസ് ഗോപാലും ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഉള്ള റിസോഴ്സസിനെ വെച്ചിട്ട് ബെറ്റർ ആയിട്ട് ബോൾ ചെയ്യുന്നു. അഖിൽ ഹുസൈൻ ഇന്ന് എറിഞ്ഞൊരു ബോളിംഗ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. കേവലം 4 ഓവറിനകത്ത് 19 റൺസ്, 1 വിക്കറ്റ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 4.75. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ 14 ബോൾ ഡോട്ട് ബോൾ എറിഞ്ഞത്. പവർ പ്ലേക്കകത്ത് വന്നിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന അവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട്
അവിടെ KL രാഹുൽ എന്ന് പറഞ്ഞ ഇൻഫോം പ്ലെയറിന്റെ വിക്കറ്റ് എടുക്കുന്നു. സൂപ്പർ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിംഗ് കേട്ടോ. സ്ലോ ത്രൂ ദ എയർ എറിയുന്നു, ബോളിന് ഗ്രിഫ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു, ബോളിന് ടേൺ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ബോളർ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഈ ഒരു ബോളറെയാണ് കഴിഞ്ഞ കളിയിനകത്ത് ബെഞ്ചിനകത്ത് ഇരുത്തിയിട്ട് പ്രശാന്ത് വീറിനെ കൊണ്ടുവന്നിട്ട് 18 റൺസ് വരയ്ക്കുന്നത്. സോ ഇന്ന് കൊടുത്ത ഒരു ഇമ്പാക്ട് കാണുമായിരുന്നു. പവർ പ്ലേക്കകത്ത് തന്നെ ഒന്ന് 3 ഓവർ എറിഞ്ഞു. അവിടെ തന്നെ നോക്കുവാണെങ്കിൽ ടീം സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. കേവലം 3 ബൗണ്ടറിയാണ് അഖിൽ ഹുസൈൻ വഴങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ 4.75 എക്കണോമിയാണ് ഇന്ന് വന്നിട്ട് ബോൾ ചെയ്തത്. ബ്രില്യൻറ്റ് ബോളിംഗ്. ഇങ്ങനെ ഒരു പിച്ചൊക്കെ കിട്ടുവാണെങ്കിൽ അഖിൽ ഹുസൈൻ പൊളിക്കും. അതാ ഞാൻ പറഞ്ഞത്, SRHനെതിരെ ആണെങ്കിലും LSGക്കെതിരെ ആണെങ്കിലും ഒരു ബ്ലാക്ക് സോയിൽ പിച്ച് തന്നെ CSKയുടെ മണ്ണിൽ കൊടുക്കണം. അഖിൽ ഹുസൈനെ, നൂർ അഹമ്മദിനെയൊക്കെ വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ മുകേഷ് ചൗധരിയും വന്നിട്ട് പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുക്കുന്നു. പവർ പ്ലേക്കകത്ത് തന്നെ നോക്കുവാണെങ്കിൽ ഡൽഹിയുടെ 2 വിക്കറ്റ് പിഴുതെടുക്കാൻ CSKക്ക് കഴിഞ്ഞു. ചൗധരി നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. നിസ്സംഗ കഴിഞ്ഞ കളി നല്ലപോലെ ഫോമിലേക്ക് വന്ന ഒരു പ്ലെയറാണ്. നിസ്സംഗയുടെ വിക്കറ്റ് വന്നെടുക്കും. പിന്നെ നൂർ അഹമ്മദ് എറിഞ്ഞത് കേവലം ഇന്ന് 3 ഓവറാണ്. ചില സമയത്ത് ഋതുരാജ് ഗൈക്വാഡിന്റെ ക്യാപ്റ്റൻസി ഇതാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു 155 റൺസിലോട്ട് പോകത്തില്ലായിരുന്നു. നൂർ അഹമ്മദ് അവിടെ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. കരുൺ നായരുടെ വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ നിതീഷ് റാണയുടെ വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് അവിടെ ഓവർ നിർത്തിയിട്ട് കമ്പോജിനെയൊക്കെ കൊണ്ടുവന്ന് അവിടെ അടി വാങ്ങിച്ചു കൊടുക്കുന്നതായിട്ട് കണ്ടു. സോ 3 ഓവർ നൂർ അഹമ്മദിന് കൊടുക്കേണ്ടതായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ഇങ്ങനെയുള്ളൊരു പിച്ചിലാണ് സ്പിന്നർമാർ ഷൈൻ ചെയ്യുന്നത്. വളരെ മോശമായി പോയി. നല്ല ബ്രില്യൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നൂർ അഹമ്മദും ടോസ് ചെയ്ത് ബോൾ ചെയ്യുന്നതായിട്ട് കണ്ടു. 2 സ്പിന്നർമാർ നോക്കുവാണെങ്കിലും ഈ സീസണിനകത്ത് ബെറ്റർ ആയിട്ട് ബോൾ ചെയ്യുന്നു. സോ ഇവർ തമ്മിൽ കളിക്കുമ്പോഴത്തേക്ക് നല്ലൊരു കോംബോ ഉണ്ട്. ആ ഒരു കോംബോ നോക്കുവാണെങ്കിൽ ഈ സീരീസിനകത്ത് ഉടനീളം ഇവർ വർക്കൗട്ട് ചെയ്യണം. ചില മത്സരങ്ങൾ അടി കൊണ്ടേക്കാം. എല്ലാ മത്സരങ്ങളും ഒരേപോലെ ബോൾ ചെയ്യാൻ കഴിയത്തില്ല. ഇന്നത്തെ പിച്ചും ഇവർക്ക് പറ്റിയൊരു പിച്ചായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്യുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ ജെയ്മി ഓട്ടന് 1 ഓവറേ കൊടുത്തോളൂ ഇന്ന്. 19ാമത്തെ ഓവറിൽ വന്ന് ബോൾ ചെയ്യുന്നു. പിന്നെ കയറി പോകുന്നതായിട്ട് കണ്ടു. ഇഞ്ചുറി വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. കാരണം കഴിഞ്ഞ കളി പരിശോധിക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു മുംബൈക്കെതിരെ. ആ ഒരു ഹിറ്റടക്കം എറിയുന്ന ഒരു ബോളർ. അതായത് എക്സ്ട്രാ പേസ് ക്രിയേറ്റ് ചെയ്യണം. ഷോൾഡർ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്, ലെഗ് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണെന്നറിയില്ല, ജെയ്മി ഓട്ടനെ കൂട്ടി ഒരു ബോളറിനെ കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഇഞ്ചുറി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ 155 എന്ന് പറയുന്ന സ്കോറിലോട്ട് പോകത്തില്ലായിരുന്നു. അതിന് മുമ്പേ പിടിച്ച് കെട്ടാൻ കഴിഞ്ഞേനെ. പിന്നെ അതുപോലെ തന്നെ അൻഷുൽ കമ്പോജ് നോക്കുവാണെങ്കിൽ ഇന്ന് ഒരു ഓഫ് ഡേ ആയിരുന്നു. ആദ്യത്തെ 2 ഓവറിനകത്ത് 15 റൺസ് വഴങ്ങുന്നു. പിന്നെ അവസാനത്തെ 2 ഓവറിനകത്ത് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അടികൊണ്ട്. അവസാനത്തെ ഓവറിനകത്ത് 20 റൺസാണ് അൻഷുൽ കമ്പോജ് വഴങ്ങിയത്. അവിടെ സമീർ റിസ്വി ആണെങ്കിൽ വന്നിട്ട് ഫ്ലിക്ക് ഷോട്ട് അടിക്കുന്നതായിട്ട് കണ്ടു. അശുതോഷ് ശർമ്മ വന്നിട്ട് ഫ്ലിക്ക് അടിക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ സ്റ്റബ്സും വന്നിട്ട് ഈസി ആയിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കണ്ടു. കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു വൈഡ് യോക്കർ കമ്പോജിനെ നോക്കുവാണെങ്കിൽ ഇന്ന് വീണില്ല. ഇന്ന് കമ്പോജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫ് ഡേ ആയിരുന്നു. ആദ്യത്തെ 2 ഓവർ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. പിന്നെ നോക്കുവാണെങ്കിൽ 2 ഓവറിനകത്ത് അടി വഴങ്ങി.